ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പത്തനംതിട്ട ജില്ലയിലെ നരിയാപുരത്തുള്ള ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ചെറിയൊരു ഫാക്ടറിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഓക്കെ, പോരെ. ഇതാണ് ഫ്രണ്ട്സ് ഫിൽവേട്ടൻ്റെ ശർക്കര നിർമ്മാണ യൂണിറ്റ്. പത്തനംതിട്ടയ്ക്കും പന്തളത്തിനും ഇടയിലായി നരിയാപുരം എന്ന സ്ഥലത്താണ് ഈ നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1987 നിർമ്മാണം തുടങ്ങിയ സ്ഥാപനം ഇന്ന് 37 വർഷം പിന്നിട്ടിരിക്കുന്നു. ടേസ്റ്റിനോ കളറിനോ വേണ്ടി ഇവർ ഒരുവിധ കെമിക്കലുകളും ചേർക്കാതെ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുണനിലവാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തമിഴ്നാട്ടിലെ കമ്പം, തേനി തുടങ്ങിയ സ്ഥലങ്ങളിലെ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കരിമ്പിൽ നിന്ന് വേർതിരിക്കുന്ന കരിമ്പിനീര് വലിയൊരു പാത്രത്തിൽ അരിച്ച് സൂക്ഷിക്കുകയും അവിടുന്ന് അടുപ്പത്ത് വെച്ചേക്കുന്ന മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇത് തിളപ്പിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് വിറക് എന്ന് പറയുന്നത് കരിമ്പ് ജ്യൂസ് വേർതിരിച്ചെടുക്കുന്ന കരിമ്പിൻ്റെ ചണ്ടി ഉപയോഗിച്ചാണ് ഇതിൽ തിളപ്പിക്കുന്നത്. അങ്ങനെ വിറക് ഒഴിവാക്കിയിട്ട് അതിനുള്ള ഫ്യൂവൽ ആ കരിമ്പിൻ്റെ ചണ്ടി തന്നെ ഉപയോഗിച്ച് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നു. തിളച്ച് കുറുകി വരുന്ന കരിമ്പിൻ ജ്യൂസ് അല്ലെങ്കിൽ കരിമ്പിൻ നീര് വലിയൊരു പാത്രത്തിലേക്ക് ഇവർ മാറ്റിയിട്ട് അത് തണുപ്പിച്ച് ആറിയതിന് ശേഷം വലിയ ടിന്നുകളിലേക്ക് മാറ്റി ഇവർ കച്ചവടത്തിന്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഓണറായ ഫിലിപ്പേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് പത്തനംതിട്ട ജില്ലയിലെ നരിയാപുരം എന്ന സ്ഥലത്താണ് ഈ പ്രസ്ഥാനം. 87 തുടങ്ങിയ ഈ പ്രസ്ഥാനം. അത് ഇന്ന് വരക്കാരെ കിട്ടാൻ പാടാണ്. ആദ്യം നാട്ടുകാരായിരുന്നു, ഇപ്പം നാട്ടുകാരിൽ ആരും ഇല്ല ജോലിക്ക്. അത് കഴിഞ്ഞ് കമ്പത്തുള്ളവരായിരുന്നു. കമ്പത്തുകാരും കുറച്ച് കാലം ചെന്നപ്പോൾ അവർക്കും ചെറിയ ഓരോ വർഷം കൂടി വേണം പ്രശ്നം വന്നു. ഇതിപ്പോൾ തേനിക്കാര 3 വർഷം കൊണ്ട് എത്ര നാളെ നിൽക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഒരു വർഷം വേണം കരിമ്പിൻ്റെ ഉൽപ്പാദനം എടുക്കാൻ. അത് വെയിലുള്ള സമയത്തേ പറ്റുള്ളൂ. ജനുവരിയിലും നവംബർ, ഡിസംബർ, ജനുവരിയിലൊക്കെ ഇട്ടാൽ ഒരു പ്രാവശ്യം ഇട്ടാൽ 2-3 വർഷത്തേക്ക് അതിൻ്റെ ആദായം കിട്ടും. ആദ്യത്തെ കൊല്ലം ചിലവ് കൂടുതലാണ്. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ ആദായം എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കളയ്ക്കണം, വളവിടണം, പിന്നെ അടുത്ത വർഷം ഇങ്ങനെ. നരിയാപുരം ശർക്കര എന്ന് പറയുന്നത് അത് ഈ 2 കിലോ പാക്കിങ്ങിലാണ് നിറയ്ക്കുന്നത്. പണ്ട് പാട്ടക്കകത്തായിരുന്നു 25 കിലോ, 27 കിലോ അങ്ങനെയുള്ള പാട്ടകളായിരുന്നു. ഇപ്പം ആർക്കും പാട്ട ശർക്കര വേണ്ട. ഇത് മിക്കവാറും എൻ്റെ ഈ ശർക്കര നല്ല ഡിമാൻഡുണ്ട്. പിന്നെ കെമിക്കലോ അങ്ങനെ പിന്നെ പൊടിയോ അഴുക്കൊന്നും ഇല്ലാത്ത രീതി ശുദ്ധമായ രീതിയിൽ എടുക്കുവാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരും അനേക രാജ്യങ്ങളിൽ വരുന്നവരും പോകുന്നവരും കൊണ്ടുപോകും. ഇന്ത്യക്കകത്തുള്ളവരും പല സംസ്ഥാനത്തിലെ ആൾക്കാർ കൊണ്ടുവരും. കേരളത്തിലെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു കടകളിലും കിട്ടത്തില്ല, ഇവിടെ മാത്രമേ കൊടുക്കത്തുള്ളൂ. വേറെ പാക്കിംഗ് ഇല്ല. ഇങ്ങനെ 2 കിലോ പാക്കിങ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിറയ്ക്കുന്നതിന് വരെ കൂലിയാണ്. ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇത് ടിന്ന് വരുത്തുന്ന അതിപ്പം ഇത് നിറച്ചാൽ 2 കിലോ ഉണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സേ ഉള്ളൂ. കടകളിൽ ഈ സാധനം കിട്ടത്തില്ല. കൊടുക്കാനില്ല, താനും കിട്ടത്തുമില്ല, കൊടുക്കാനും ഇല്ല. അങ്ങനെ ഇത് 2 കിലോയ്ക്ക് 300 രൂപയ്ക്ക് ഇപ്പം 2-3 വർഷം കൊണ്ട് ഇരിക്കുന്നത്. ജോലിക്കാർക്ക് ശമ്പളം കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ ലാഭം ഉണ്ടായിട്ടല്ല. അത് പിന്നെ എടുക്കുന്നത് നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ഈ സമയങ്ങളിൽ ഡിസംബർ പകുതി കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, ചിലപ്പം മാർച്ച് വരെ ഉള്ളതേ ഉള്ളൂ. പിന്നെ സ്റ്റോക്ക് ഇരിക്കുന്ന പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടകളിലൊന്നും കൊടുക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.